ഇനി കോഴിക്കോട് ഭാഗത്തൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോൾ ഒരു പ്രായമുള്ള ഉപ്പ എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളെ വഴുത് പറയണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു അതേപ്പാ. ഉസ്താദ് ദയവ് ചെയ്തിട്ടൊരു കാര്യം പറയണം കേട്ടോ, എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യമാണ്. ആ വാപ്പ രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോകും. സുബഹി നിസ്കരിക്കാൻ വേണ്ടി ആ സാധു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ആ വാപ്പ വീട്ടിലേക്ക് മടങ്ങി വന്നു. വീട്ടിലേക്ക് നടന്നു വന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ ഒരു ഗ്ലാസ് ചായ തരാൻ. പള്ളിയിൽ പോയി നിസ്കരിച്ച് ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഭർത്താവ് തന്റെ ഭാര്യയോട് ചോദിച്ചു, ഒരിത്തിരി ചായ തരാൻ. അപ്പൊ ഭാര്യ പറയാ, ഞാൻ മജ്ലിസിൽ ഇരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. ഓള് വാഴ് കെട്ടോണ്ടിരിക്കുകയെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നീ വാഴ് കെട്ടിട്ട് എന്ത് ചെയ്യാനതാ? അങ്ങനൊന്നും വാഴ് വെക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വാഴ് കെട്ടില്ല എന്ന് പറഞ്ഞ അല്ല നിന്നെ നരകത്തിൽ വിടൂല. ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ നരകത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിപ്പോ എന്റെ വാഴാണെങ്കിൽ അങ്ങനൊന്നും കേൾക്കരുത്. എന്നോട് തന്നെ പലരും പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളുടെ വാഴ് കെട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്. നിങ്ങളുടെ വാഴ് കെട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്. പണ്ട് പാട്ട് കെട്ടിട്ടായിരുന്നു ഉറങ്ങുന്നത്, ഇപ്പൊ വാഴ് കെട്ടിട്ടാ ഉറങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.